മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ സന്തോഷകരമായ ഒരു ചെറിയ അനുഭവം ഈ മാസം മാർച്ച് മാസം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയോടനുബന്ധിച്ച് കാണുകയുണ്ടായി, വായിക്കുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷനകത്തും പുറത്തും വൻ ജനാവലി, 38 ലക്ഷത്തോളം പേര് പൊങ്കാലയിട്ടു. കഷ്ടിച്ച് 14 ഇഞ്ച് പൊക്കമുള്ള ഒരു വിഗ്രഹത്തെ സാക്ഷിയാക്കി AK ആന്റണിയുടെ ഭാര്യ എലിസബത്തും അതുപോലെ തന്നെ അനവധി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കെടുത്തു. അവരാരും മതം മാറിയിട്ടല്ല പങ്കെടുത്തത്. വളരെ സന്തോഷം തോന്നിയത് ശ്രീ ഉമ്മൻചാണ്ടി ആ അമ്പലത്തിനകത്ത് ചെന്ന് ദേവീ വിഗ്രഹത്തിന്റെ മുമ്പിൽ തൊഴുതു നിന്ന് ആ പൂജാരി നേരിട്ട് കൊടുത്ത പ്രസാദം 2 കൈയും നീട്ടി സ്വീകരിച്ചത് കണ്ടപ്പോൾ ആ മനുഷ്യന്റെ പേരിൽ എന്തെല്ലാം അലിഗേഷൻസ് ഉണ്ടെങ്കിലും, എന്തെല്ലാം തിന്മകൾ ആരോപിക്കുന്നുണ്ടെങ്കിലും, ഒരു ക്രിസ്ത്യാനി, അതും ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനി, മറ്റൊരു ദൈവത്തിന്റെ മുമ്പില്, ഒരു വിഗ്രഹത്തിന്റെ മുമ്പില് താണു വണങ്ങി പ്രസാദം മേടിച്ചു പോകുന്ന ലെവലിലേക്ക് ആ മനുഷ്യൻ ഉയർന്നു. അതുപോലെ അനവധി ക്രിസ്ത്യൻ സിനിമാ നടിമാര് ഈ പൊങ്കാലയിടാൻ വന്നു. വിദേശത്ത് നിന്ന് 9 വർഷവും 10 വർഷവും 15 വർഷവും 20 വർഷവും പൊങ്കാലയിടാൻ വന്ന സ്ത്രീകളുടെ ഫോട്ടോ കണ്ടു. എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന പണക്കാരും പാവപ്പെട്ടവരും അതുപോലെ തന്നെ അഗതികളും എല്ലാ വിഭാഗത്തിലുള്ളവരും ഒരേപോലെ തീയിട്ട് പായസം ഉണ്ടാക്കി ദേവിക്ക് അർപ്പിച്ച് അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ കോർപ്പറേഷനിലെ തൊഴിലാളികൾ 100% ശ്രദ്ധയോടുകൂടി അവരവരുടെ ജോലി ചെയ്തു. അതുപോലെ വാട്ടർ അതോറിറ്റീസിന്റെ ജനങ്ങൾ 100% ശ്രദ്ധയോടുകൂടി അവരുടെ പണി ചെയ്തു. KSRTCയിലെ വാഹനം ഓടിക്കുന്നവര് അടുക്കും ചിട്ടയോടും കൂടി ധർമ്മബോധത്തോടുകൂടി അത് ചെയ്തത് മാതൃഭൂമി പത്രം മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് എഴുതി. അതുപോലെ കോർപ്പറേഷനിലെ 2000-ഓളം ഡെയിലി വേജസിലെ ജോലിക്കാര് മണിക്കൂറുകൾ കൊണ്ട് തിരുവനന്തപുരം നഗരം വളരെയധികം വൃത്തിയാക്കി. മാത്രമല്ല, അതാത് പ്രദേശത്തെ റെസിഡൻഷ്യൽ അസോസിയേഷനിലുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും പള്ളിക്കകത്തും മസ്ജിദിനകത്തും വെള്ളം കൊടുത്ത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, ഉറങ്ങാനുള്ള സൗകര്യം ഉൾപ്പെടെ കൊടുത്ത് ഈ പൊങ്കാലയിടുന്ന സ്ത്രീകളെ സഹായിച്ചു. അവർക്ക് അസുഖം വന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ എല്ലാവരും മുമ്പോട്ട് വന്നു. പൊള്ളലേറ്റവർക്ക് മരുന്ന് കൊടുക്കാൻ എല്ലാവരും മുമ്പോട്ട് വന്നു. തലചുറ്റി വീണവർക്ക് പള്ളിക്കാരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും സഹായം എത്തിച്ചു. അവിടെ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെ നീ ആരാധിക്കരുത് എന്ന് പറഞ്ഞ പുസ്തകം ആരാധിക്കുന്നവരുൾപ്പെടെ, അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന് പറഞ്ഞ ആ പുസ്തകം ആരാധിക്കുന്നവരുൾപ്പെടെ, അതുപോലെ ഓരോ അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാകുമെന്ന് പറഞ്ഞ പാർട്ടിയുടെ പ്രവർത്തകരുൾപ്പെടെ, അതുപോലെ ഹിന്ദുക്കളെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഹിന്ദു ധർമ്മത്തിന്റെ അവകാശികൾ ഞങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ ഉൾപ്പെടെ എല്ലാവരും ഒരേ രീതിയിൽ ഒരു ചെറിയ ക്ഷേത്രത്തിലെ ചെറിയ വിഗ്രഹത്തിനെ പ്രതിനിധീകരിച്ച് നടത്തുന്ന വലിയ ഒരു മഹായജ്ഞത്തിൽ പങ്കെടുത്തപ്പോൾ യഥാർത്ഥ മതേതരത്വം എന്താണെന്ന് ഇവിടെ കാണിക്കുകയുണ്ടായി. ഒരു കാര്യം ഉറപ്പാ, ഭീമാപള്ളി എന്ന മുസ്ലിം പള്ളിയിലേക്ക് പോകുന്നതിൽ നല്ല ശതമാനം ഹിന്ദുക്കളാണ്. അതുപോലെ തന്നെ വെട്ടുകാട്ട് പള്ളിയിലേക്ക് പോകുന്നതിൽ നല്ല ശതമാനം ഹിന്ദുക്കളാണ്. ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്ന ധാരാളം ഹിന്ദുക്കളുണ്ട്. ഇപ്പൊ ഹിന്ദുക്കൾക്ക് മറ്റു മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കാൻ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. ഏകം സദ്വിപ്രാഹ ബഹുദാ വദന്തി, സത്യം ഒന്ന് മാത്രമാണ്, എല്ലാ വഴിയിലൂടെ പോയാലും ആ സത്യത്തിലേക്ക് തന്നെ എത്തും എന്ന് വേദമന്ത്രങ്ങൾ പറയുന്നു. ആകാശാത് പതിതന്തോയം യഥാ ഗച്ഛതി സാഗരം സർവദൈവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന നന്മ നിറഞ്ഞ വാക്കുകൾ പറഞ്ഞ ഹിന്ദു ധർമ്മത്തിലെ ജനതയ്ക്ക് മറ്റൊരു പള്ളിയിൽ ഭണ്ഡാരത്തിന് പൈസ ഇടുകയോ മസ്ജിദിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിന് ആരും ഒരു നേതാവും എതിർക്കുകയുമില്ല. അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് ഒരു നേതാവും പറഞ്ഞിട്ടുമില്ല.
പക്ഷെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും കാര്യം അതല്ല. മതേതരത്വത്തിന്റെ പ്രതീകമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം പ്രകീർത്തിക്കുന്ന ആ ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാ ഹിന്ദുക്കളെയും എത്രത്തോളം വേഗത്തിൽ അവനവന്റെ മതത്തിലേക്ക് മാറ്റിയിട്ട് യഹോവയുടെയും അള്ളാഹുവിന്റെയും അടുത്തേക്ക് എത്രയും വേഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ അത് ചെയ്യണമെന്ന് പറഞ്ഞവര് അവരുടെ വീട്ടിൽ നിന്നുള്ളവർ വന്ന് ഈ പൊങ്കാലയിടുമ്പോൾ അതിന് മഹത്വമേറിയതാ. ആരും ആരെയും മതം മാറ്റാതെ അവനവന്റെ വിശ്വാസവും അവനവന്റെ പന്താവുകളിലൂടെയും പോകാൻ ജഗദീശ്വരൻ തന്നിരിക്കുന്ന മനസ്സുമായിട്ട് പോവാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് തെളിവാണ് ധാരാളം IG ഓഫ് പോലീസ്, അതുപോലെ സെക്രട്ടറിമാരുടെ ഭാര്യമാര്, മന്ത്രിമാരുടെ ഭാര്യമാര്, അല്ലെങ്കിൽ AK ആന്റണിയുടെ ഭാര്യ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി നേരിട്ട് വന്ന കുഞ്ഞാലിക്കുട്ടി നേരിട്ട് വന്നിട്ടുള്ള സംവിധാനങ്ങൾ നോക്കുക. ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചിട്ട് മതേതര സൗഹാർദ്ദ റാലിയും അല്ലെങ്കിൽ മതസൗഹാർദ്ദ റാലിയൊക്കെ നടത്തുന്നതിനും കൂട്ടയോട്ടം നടത്തിയിട്ട് ദേശീയ ഗെയിംസ് വിജയിപ്പിക്കാൻ ശ്രമിച്ചതിനെ പോലെ കൂട്ടയോട്ടം നടത്തി മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ആദ്യം അവനവൻ മാതൃകയാവുക. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജന സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠന്മാര് മറ്റുള്ളവർക്ക്, ഇവർ ശ്രേഷ്ഠന്മാരൊന്നുമല്ല, എന്നാലും നേതാക്കന്മാരെന്ന് ലോകം തിരിച്ചറിയുന്ന, കേരള ജനത തിരിച്ചറിയുന്ന വ്യക്തികള് ഒന്ന് താഴത്തേക്ക് ഇറങ്ങി വന്ന് നന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഹിന്ദുക്കളത് ചെയ്യാറുണ്ട്, ഹിന്ദുക്കളത് ചെയ്തിട്ടുമുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്, അവരെ പോലെ മറ്റുള്ളവരും വന്ന് ചെയ്താൽ ഇവിടെ മതസൗഹാർദ്ദം നല്ല രീതിയിൽ ഉണ്ടാകും. മാത്രമല്ല, കഴിഞ്ഞ വർഷം മെയ് 26-ാം തീയതിക്ക് ശേഷം കേരളത്തിലെ ന്യൂനപക്ഷം ഭൂരിപക്ഷം ക്രൈസ്തവ ജനത അങ്ങനെയൊന്നും കേൾക്കണില്ലല്ലോ. എന്ത് ഈ ന്യൂനപക്ഷം എന്ന വാക്കും ന്യൂനപക്ഷ അവകാശം എന്ന വാക്കും ന്യൂനപക്ഷ ധ്വംസനം എന്ന വാക്കും പെട്ടെന്ന് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായത് ഡൽഹിയിലെ ന്യൂനപക്ഷം അല്ലാത്ത ഒരാൾ അങ്ങ് അധികാരത്തിലേറിയപ്പോഴാണോ? മാത്രമല്ല, ആവശ്യമില്ലാത്ത റിസർവേഷൻ മുസ്ലിം സമുദായത്തിന് മാത്രം കൊടുത്തത് മഹാരാഷ്ട്രയിൽ മാറിയപ്പോ മഹാരാഷ്ട്ര കത്തി ജ്വലിച്ചൊന്നുമില്ല. പത്രമാധ്യമങ്ങൾ വലിയ വാർത്തയായിട്ട് കൊടുത്തുവെങ്കിലും കത്തി ജ്വലിച്ചൊന്നുമില്ല. മുസ്ലിങ്ങൾക്ക് 5% റിസർവേഷൻ അവകാശമുള്ളതാണെങ്കിൽ എല്ലാ ഹിന്ദുക്കൾക്കും എല്ലാ ക്രിസ്ത്യാനികൾക്കും അവകാശപ്പെട്ടതായിരിക്കണം അത്. അല്ലാണ്ട് ഒരു വിഭാഗത്തിന് മാത്രം ഒരു പ്രത്യേക അവകാശം, മറ്റൊരു വിഭാഗം പ്രത്യേക അവകാശം. എല്ലാവർക്കും റേഷൻ കാർഡ് ഒന്നാണ്, എല്ലാവർക്കും പാസ്പോർട്ട് ഒന്നാണ്, എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് ഒന്നാണ്, എല്ലാവർക്കുമുള്ള അവകാശം ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഈക്വൽ ആവുമ്പോ ചിലര് ഈക്വൽമാരിൽ മോർ ഈക്വൽ ഉണ്ടോ? അതല്ലേ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം മാറ്റി പാർസികളെ പോലെ, വിരലിൽ എണ്ണാവുന്ന പാർസികളെ ഭാരതത്തിലുള്ളൂ എങ്കിൽ പോലും അവര് ന്യൂനപക്ഷ അവകാശം വേണ്ടെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയായാലും ഭീമാപള്ളിയിലായാലും വെട്ടുകാട്ടിലെ ആണെങ്കിൽ നേതാക്കന്മാരെ വോട്ടിന് വേണ്ടി അല്ലാതെ ഒരുമിച്ച് വരികയാണെങ്കിൽ അന്നായിരിക്കും ഈ ഭാരതത്തിലെ യഥാർത്ഥ മതേതരത്വം. ഒന്നുകൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഇത്രയും ഉജ്ജ്വലയായ ഒരു സ്ത്രീ, ആ CPM നേതൃത്വം മുഴുവനും ഇവിടത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സരസ്വതി ദേവിയുടെ വിഗ്രഹം വന്നപ്പോ കോർപ്പറേഷൻ മേയറുടെ ഗൗൺ ഇട്ടുകൊണ്ടാണ് ആ പ്രൊഫസർ സ്വീകരിക്കാൻ വന്നത്. അവർ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം എന്നുള്ളതൊരു വിശ്വാസമാണ്, മറ്റേത് സംസ്കാരമാണ്. സംസ്കാരം രക്തത്തിലുള്ളതാണ്, വിശ്വാസം മനസ്സിലുള്ളതാണ്. അതെപ്പോ വേണമെങ്കിലും മാറാം. പക്ഷേ ആ പ്രൊഫസർ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ, ആരാധ്യയായ മേയർ എന്ന വാക്കുപയോഗിക്കാൻ ഏറ്റവും യോജിച്ച വ്യക്തി അവരാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എല്ലാ നല്ല കാര്യങ്ങളിലും അവരുണ്ടാവും. പാർട്ടിയുമായിട്ട് അവർക്ക് ഒരു കോൺഫ്ലിക്റ്റും ഇല്ല, ഒരു കോൺട്രഡിക്ഷനും ഇല്ല. എല്ലാവരെയും ചേർത്തുകൊണ്ട് നന്മ നിറഞ്ഞ രീതിയിൽ ചെയ്യുന്നവര് മാതൃകയായിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാര്, മതത്തിന് മാതൃകയായിക്കൊണ്ട് ഉമ്മൻചാണ്ടിയും AK ആന്റണിയുടെ ഭാര്യ എലിസബത്തിനെ പോലെയുള്ളവരും ഒരുമിച്ച് ചേർന്നാൽ അതാണ് വേദമന്ത്രങ്ങൾ പറയുന്നത്. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. പ്രണാമം, നമസ്കാരം.